ഹലോ, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനൊരു പാട്ട് പാടട്ടെ. നല്ല വെറൈറ്റി പാട്ടാട്ടാ. ഇത് എന്ത് പാട്ടാ? ഇംഗ്ലീഷാ? ഇപ്പൊ ആനപ്പാട്ടും മുട്ട് അറബി പാട്ടും മുട്ട് വേറെ ലാംഗ്വേജ്. അടിപൊളി പാട്ടാണ്, പക്ഷെ ഒന്നും മനസ്സിലായില്ല. ഈ ലോകത്തെ എല്ലാ കാട്ടത്തെ മൃഗങ്ങളുടെയും പാട്ടാ. ലയൺ കിങ് സിംഹം അത് കിങ് ആണ്. ഈ കാട്ടത്തെ അതിന്റെ പാട്ടാ. അത് ശരി, ഞാൻ എനിക്കൊന്നും മനസ്സിലായില്ല. നേരെ ഇന്നലെ പോയി ഇവരെന്നെ ഒത്തിച്ചു. തന്നെ കാര്യം മറന്നിക്കണു. വിഷുവിന്റെ വർത്താനം കേട്ടിട്ട് ഇന്ന് എന്താ ഉണ്ടാക്കുന്ന റെസിപ്പിന്റെ കാര്യമൊക്കെ മറന്നുപോയി. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കണ അറിയോ? ഒരു മാങ്ങ ഡെസേർട്ടാണ് കേട്ടോ, മാംഗോ ഡെസേർട്ട്. ഐസ്ക്രീം ഇല്ലേ, ക്രീമൊക്കെ നല്ല അതേപോലെ റെസിപ്പിയാ. അതേപോലത്തെ റെസിപ്പിയാണ്. അതേപോലത്തെ റെസിപ്പിയാണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമ്മൾ തമാശ റെഡിയല്ലേ? എന്ത് തമാശ പറയുന്നേ? ഈ ഇതിന്റെ കാര്യങ്ങളുടെ, ഏതിന്റെ? ഫുഡിന്റെ കാര്യം. ഈ ഐസ്ക്രീമിന്റെ പോലത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ട. അതുമല്ല, ഞാൻ ആദ്യമായിട്ട് അത് തിന്നാണ്. പിന്നെ നമ്മളെ ഡെസേർട്ടിന്റെ കാര്യം പറയാം. പിന്നെ മിൽക്ക് ഷേക്ക് ഒന്നും അല്ല കേട്ടോ. പിന്നെ മാങ്ങയും മിൽക്ക് മെയ്ഡും പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഡെസേർട്ടാണ്. തീ പോലും കത്തിക്കണ്ട കേട്ടോ, നമുക്ക് തീ ഒന്നും കത്തിക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ്. അതൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഞാൻ എനിക്കൊന്ന് ഓൺലൈൻ പരീക്ഷ ഉണ്ടായിരുന്നു. റിഷുവിന് ഓൺലൈൻ ക്ലാസ്സിൽ ഇപ്പൊ എക്സാം ആണല്ലോ, അപ്പൊ ഭയങ്കര പേടിയുമേ എനിക്ക് എന്താ നീ കാട്ടുക, ഞാൻ എന്താ കാട്ടുക. പിന്നെ എക്സാം കഴിഞ്ഞപ്പോ ഹാപ്പി ആയി വരുന്നുണ്ട്. എളുപ്പമാണ് പരീക്ഷ, എത്രയൊക്കെ ഈസിയാണ്, ഞാൻ വലുതാവും എന്നൊക്കെ പറഞ്ഞു വന്നീനു. എക്സാം ഞാൻ പറഞ്ഞു അതോ അത് മിസ് ഇങ്ങനെ വരികരം ഇല്ലല്ലേ, റിഷുവിന് പരീക്ഷ ഒന്നും പേടിയില്ല, അവൻ നല്ല മിടുക്കനാണ്. ഇംഗ്ലീഷ് മിസ് ഇംഗ്ലീഷ് മിസ് മാറുമ്പോൾ പറയാന്നേ അവൾക്കൊന്ന് മിസ്സാക്കാൻ ഓള് വെറുതെ പറയാം. ഇപ്പൊ മിസ്സൊക്കെ നല്ലതാ. ഒരു ദിവസം സ്കൂൾ വിടുമ്പോ വേറെ 1ാം ക്ലാസ്സാകുമ്പോ എന്നപ്പോ സയൻസ് മിസ് വന്നു. അവന്ന് മേലിന് താഴേക്ക് കാണുമ്പോ എന്താ ഹലോ പറയാനൊക്കെ. ഓന് സയൻസ് മിസ് ഉണ്ടായിരുന്നു. അപ്പൊ മിസ് കുറച്ച് പേടിയാണ് ഓന്. അപ്പൊ ഷഹനാസ് മിസ്സിനെ ഞാൻ വിളിക്കാം. പിന്നെ പക്ഷെ ടീച്ചറെ ഓന് കയ്യിലെടുക്കാൻ വേണ്ടി മിഠായി ഒക്കെ കൊണ്ടുപോയി കൊടുക്കൂട്ടോ. അങ്ങനെയൊക്കെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഓനെ കയ്യിൽ വരുത്താൻ വേണ്ടിയിട്ട് ഡെയിലി മിഠായി ഒക്കെ കൊടുക്കുമായിരുന്നു. പക്ഷെ ടീച്ചർ അങ്ങനെ അങ്ങോട്ട് കുട്ടികൾക്ക് ആയി വന്നില്ല. കാരണം കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആയില്ലെങ്കിൽ കുട്ടികൾ തലയിൽ കയറും. അതുകൊണ്ട് ഒന്നിങ്ങനെ പിടിച്ച് നിർത്തിയാണ്ട് ഇതിന് കുട്ടികളെ കാര്യങ്ങളൊക്കെ നോക്കീനെ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ അടിപൊളി മാംഗോ ഡെസേർട്ട് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ നമ്മളെ കളിപ്പിച്ചത് ഇതൊക്കെ കഴിഞ്ഞുട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവല്ലേ? മാംഗോ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മാങ്ങ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 3 മാങ്ങ ഇതുപോലെ ചെറിയ പീസായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത് തന്നെ ഇവിടെ വെച്ചേക്കാം. ഇതുകൊണ്ട് നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കുകയാണ്, മാംഗോ പ്യൂരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വലിയ പീസായി കട്ട് ചെയ്ത മാങ്ങ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർക്കുന്നത്. ഞാനിപ്പോൾ അമൂലിൻ്റെ മിഠായി മേറ്റാണ് എടുത്തിട്ടുള്ളത്. നല്ല മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എന്താണെങ്കിലും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. പിന്നെ നല്ല തിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് ചേർക്കുക. അപ്പോൾ ഞാനിവിടെ ഏതായാലും ഒരു 1/4 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിതൊന്ന് അടിച്ചിട്ട് വരാം. ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം.
അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചാൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പാലൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിക്കാണ് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. മധുരം കുറവാണ് മാങ്ങക്ക്. നമ്മൾ ഇത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മാങ്ങ നമുക്ക് ഈ വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു അളവിലാണ് കാണിക്കുന്നത്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാംഗോ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ മധുരം നോക്കാം കേട്ടോ. മിൽക്ക് മെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അങ്ങനെ ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു 6 ചെറി ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളത് പിസ്തയും ബദാമും ആണ് കേട്ടോ. അപ്പോൾ ഇതും കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗാർണിഷ് ഉള്ള സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇനി നല്ല ലൂസാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പാല് ചേർത്താൽ മതി കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചെടുക്കുമ്പോൾ അപ്പോൾ ഞാൻ ഈ ബാക്കി വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. ഈ പാല് ചേർത്ത സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഒക്കെ ചേർക്കാം. ഇനിയിപ്പോൾ അതൊന്നും ചേർത്തില്ലെങ്കിലും ഇതുപോലെ മിൽക്ക് ചേർത്ത് മിക്സ് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മധുരം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളിയായിട്ടുള്ള നമ്മുടെ മാംഗോ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. മാങ്ങ റഷൂല അല്ലെങ്കിൽ നല്ല ഇഷ്ടല്ലേ? നല്ല ടേസ്റ്റ്. ആ അത് ശരിയാ. എപ്പോഴും ഫ്രിഡ്ജിൽ നിന്ന് ഇടക്കിടക്ക് എടുത്ത് തിന്നു. എപ്പോഴും ഒരു മാങ്ങി കത്തിയും പിടിച്ച് വരും. അല്ലെങ്കിൽ ഉപ്പുമുളക് ഇട്ട് തിന്നുക, അല്ലെങ്കിൽ പഴുത്ത മാങ്ങ സാധാ പോലെ തിന്നുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്